ഹലോ മാംഗല്യം സീരിയലിലെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. നമുക്ക് ഇന്നത്തെ ദിവസത്തെ സീരിയൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ നന്ദനും അച്ചുവും കൂടെ അവന്തിയേക്കും അവന്തിയുടെ അനിയത്തിക്കുള്ള ഫുഡുമായിട്ട് പോയതാണെന്നറിയാം. അപ്പോഴത്തേക്ക് ആ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ ഈ ഓരോ കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നന്ദൻ പറയുന്നത് വേഗം വിളമ്പിക്കൊടും അച്ചു, കാരണം അവരൊക്കെ ഭയങ്കരമായിട്ട് പ്ലാനുകളൊക്കെ മെനഞ്ഞ് ക്ഷീണിച്ച് വിശന്നിരിക്കുമായിരിക്കും. അപ്പോഴത്തേക്ക് അവർക്കത് ഫുഡ് വിളമ്പി കൊടുക്കാനായിട്ട് പറയുന്നു. എനിക്കാരെയും ഫുഡൊന്നും വേണ്ട, ഇത് വിശന്ന് കലർത്തി കാണും എന്നൊക്കെ അവന്തിക്ക് ഇന്നലെ പറഞ്ഞല്ലോ. അഥവാ കലർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ വിഷമൊന്നും കലർത്തി കൊല്ലത്തില്ല, നിന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ നേരെ എന്നെ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊല്ലത്തേ ഉള്ളൂ. അതിനി ഞാൻ കൊല്ലുന്നോ മറ്റാരെങ്കിലും കൊല്ലുന്നോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളതെന്നൊക്കെ പറയുന്നു. പിന്നെന്താണ്, അപ്പോഴത്തേക്ക് നമ്മുടെ സന്ധ്യ കയറി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവന്തിക്ക് ഡിസ്ചാർജ് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവന്തിക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവണം. അവന്തിക്ക് അടുത്ത് സന്ധ്യ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ആവാൻ കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് അവിടെ വന്നാൽ കയ്യിലിരിപ്പിന് ഒരു മനുഷ്യൻ പോലും നോക്കാൻ കാണത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെങ്കിലും നോക്കും, അല്ലാതെ അവിടെ വന്ന് കിടക്കുന്നതിന് കാര്യം നല്ല ഇവിടെ എന്ന് പറയുന്നുണ്ട്. ഞാനല്ലേ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എന്നിട്ട് അവന്തിക്ക് ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഞാനാണ് എൻ്റെ ഡിസ്ചാർജിൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് വേണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് സന്ധ്യ ഇറങ്ങിപ്പോകുന്നുണ്ട്. സന്ധ്യയ്ക്ക് അവധിക്കെടുത്തായാലും ഒരു ദേഷ്യം തന്നെയാണ് കീപ്പപ്പ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ റൂമിൽ കാണും വന്നാൽ മതി എന്ന് സന്ധ്യ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജിന് വേണ്ടി ഇതാക്കുന്നുണ്ട്. അവന്തിക പറയുന്നുണ്ട് എന്നെ എൻ്റെ അനിയത്തെ അനക്ക നോക്കിക്കൊള്ളെന്ന് പറയുന്നത്. അതിന് അനക്ക പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോഴത്തേക്കും തിരിച്ച് അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അച്ചുവിൻ്റെ അതേപോലത്തെ സാരി ഉടുത്ത് അതേ കളറിൻ്റെ സാരി ഉടുത്ത് ഒരു അമ്മയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പം ആ കുഞ്ഞിന് എന്തോ പടം വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഈ ഫ്രണ്ടിലേക്ക് അച്ചു പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും തൻ്റെ അമ്മയെ വന്നിട്ട് അമ്മേന്ന് വിളിച്ചിട്ട് പിറകെ വന്ന് ഓടി കെട്ടിപ്പിടിച്ചത്. അത് കണ്ടപ്പോഴത്തേക്കും അച്ഛന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അച്ഛൻ സന്തോഷമായപ്പോഴത്തേക്ക് അത് നോക്കി ഒരുമാതിരി പുച്ഛഭാവത്തിനകത്താണ് ഈ എന്താ പറയുക അവന്തിക ആവട്ടെ അനക്ക ആവട്ടെ നിൽക്കുന്നത്. ഇത് എന്തൊക്കെ കാര്യമായി കാണിച്ചു കൂട്ടുന്നത്, ഇതൊക്കെ ഭയങ്കര ഷോ ഓഫ് എന്ന രീതിക്ക് അത് അവരവിടെ നോക്കുമ്പോൾ നന്ദൻ അതിനകത്ത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അതിൽ അച്ഛൻ്റെ സന്തോഷവും അപ്പോഴത്തേക്കും മോളുടെ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് അമ്മയെ അങ്ങോട്ടേക്കൊണ്ട് ചൂണ്ടി കാണിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അച്ഛനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അച്ഛൻ കൊച്ചിൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ അമ്മ വന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി. അച്ഛൻ തിരിഞ്ഞ് നോക്കി തന്നെ പോയി. അവന്തികയ്ക്ക് അതൊന്നും സുഖിച്ചില്ല. അതേസമയം നന്ദനൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോഴത്തേക്കും അതാണ് അവിടുത്തെ സീൻ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന വീട്ടിൽ സേതുമാധവൻ ഇരിക്കുന്നു, ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇന്ന് അവന്തിക വരുമെന്ന് സേതുമാധവൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആതിര ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആതിരയ്ക്ക് ഭയങ്കര ഭയങ്കര പേടിയൊക്കെ തോന്നി. കാരണം തൻ്റെ കുഞ്ഞിനെയും തന്നെയും കൊല്ലാൻ നോക്കിയ ഏട്ടത്തിയല്ലേ അത്രയും വലിയ പ്ലാനിട്ട വ്യക്തി വീട്ടിൽ തിരിച്ചു വരുന്ന പറയുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത ഒരു പേടി ആർക്കാലും വന്നു പോലും. അപ്പോൾ ആ പേടി കൊണ്ട് ആതിര ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് എടുത്ത് അങ്ങനെ തിരിച്ചു പോയി. അത് കണ്ട് സേതുമാധവന് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല, മറ്റാർക്കും മനസ്സിലായില്ല, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് സിനിമാന്ന് ചോദിച്ചാൽ അതെന്ത് പറ്റുന്ന പറയുമ്പോഴത്തേക്കും മീര അത് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങുക. അതവൾ ഗർഭിണിയല്ലേ, അവൾക്ക് കഴിക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പം കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളുള്ളതാണ്. അയ്യോ ഞാൻ പേടിച്ചു പോയി, ഇനി അവന്തിയെ വരുന്നതും കേട്ടതും അതിരെ പോയത് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതോ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. സന്ദീപിന് എന്തോ മനസ്സിലായില്ലാത്തുള്ള മുഖഭാവത്തിനകത്താണ് സന്ദീപ് ഇരിക്കുന്നത്. മൊത്തത്തിനകത്ത് എല്ലാവർക്കും ഒരു മ്ലാനതകളൊക്കെ മുഖത്തുണ്ട്. എങ്ങനെയെങ്കിലും മീര അതിനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പറഞ്ഞങ്ങ് മാറ്റി. ഇനി അവന്തിക വന്നിട്ട് വേണം എനിക്കൊരു തീരുമാനം എല്ലാവരുമായിട്ടും കൂടെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് സേതുമാധവൻ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും അവന്തികയും നന്ദനും അച്ചും എല്ലാം കൂടെ വന്ന് കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും അവന്തിക അന്യത്തെയും കൂടെ അങ്ങ് കയറിപ്പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നന്ദൻ പറയാം അവിടെ നിന്നാട്ടെ, ഒരു കാര്യം പറഞ്ഞിട്ട് കയറാം. നിൻ്റെ പഴയ സ്വഭാവം കൊണ്ടാണ് നീ അകത്തേക്ക് കയറുന്നെങ്കിൽ നീ ശരിക്കും പെടും, നല്ല പോലെ നീ ഇവിടെ കിടന്ന് പെടും എന്ന് വാർണിംഗ് കൊടുത്തിട്ടാണ് കയറ്റുന്നത്. നിൻ്റെ സ്വഭാവമൊക്കെ മാറ്റി വെച്ച് ഇനി നല്ലവളായിട്ട് അങ്ങനെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ കയറിയാൽ മതി. അങ്ങനെ എന്താ പറയാനാ, നിനക്ക് എങ്ങനെ ജീവിക്കണം, ഒരു കുടുംബത്തിൽ പെരുമാറുന്ന രീതി എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അച്ചുവിനോട് ചോദിക്കാൻ പറയുന്നത്. എനിക്ക് ആരോട് ചോദിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അച്ചു പറയുന്നുണ്ട് ഏട്ടത്തെ പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രായം പക്വതയൊന്നും എനിക്കില്ല. നിൻ്റെ ഈ അവസ്ഥ എന്തോന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടടി എന്ന് പറഞ്ഞിട്ട് അച്ചുവിൻ്റെ അടുത്ത് ഇവളെ കയർത്ത് കയറുവാണ്, അവന്തിക കയർത്ത് കയറുവാണ്. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോഴത്തേക്കും നന്ദൻ കലി വരുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് നീ മര്യാദയ്ക്ക് വേണം സംസാരിക്കുക എന്നുള്ള രീതിക്കകത്ത്. ഉടനെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവക്ക് എങ്ങനെ എൻ്റെ സങ്കടങ്ങളൊക്കെ മനസ്സിലാവാനാണ്. നീ ഒരു അമ്മയായിട്ടുണ്ടല്ലോ, അഥവാ നീ ഒരു അമ്മയാവുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ആ കൊച്ചിനെ ചവിട്ടി, നിന്നെയും കൊച്ചിനെയായിട്ട് ചവിട്ടി കലക്കി കൊല്ലുന്നത് ഞാനാക്കിയെന്ന് പറയുന്നത് കേട്ടിട്ട് അച്ഛന് ഭയങ്കര സങ്കടം പറഞ്ഞാൽ ഭയങ്കര സങ്കടം. നിനക്ക് അതിനൊക്കെ തന്നെ ഉള്ള യോഗം ഉണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. അഥവാ ആയാലും നിന്നെ മുട്ട് മടക്കി ചവിട്ടി നിൻ്റെ കൊച്ചിനെയും നിന്നെയും കൂടെ കലക്കി നിനക്ക് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ സങ്കടം എന്തോന്ന് മനസ്സിലാക്കി തന്നിട്ടേ ഈ അവന്തിക വിടത്തുള്ളൂ എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് നന്ദന് ഭയങ്കര ഷോക്ക്. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് പറയുന്നുള്ളൂ. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതായത് കൊണ്ട് മാത്രം നിൻ്റെ ഈ പറച്ചിലിനെ ഞാൻ ഇതാക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ നല്ല പോലെ നിനക്കിട്ട് തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല എന്ന് ഇവരെ ഉപദേശിച്ചുകൊണ്ട് അങ്ങ് കയറ്റുവാണ്.
അച്ചുവും എല്ലാവരുമായിട്ട് അങ്ങ് കയറുന്നുണ്ട്. പിന്നെ എന്താണ്, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, നന്ദേട്ടൻ എന്നെ പറയുന്നുണ്ട്, ഞാൻ നന്ദേട്ടൻ പറയുന്നത് കേൾക്കും, കാരണം നന്ദേട്ടൻ്റെ അടുത്ത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്, പക്ഷേ അതുപോലെയാണ് ഇവക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് എന്താണ് ഭാര്യ ഡ്രാമ സീനും കൂടെ എന്താണ് അവന്തിക്ക് അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. ഈ ഡ്രാമയ്ക്കൊക്കെ ശേഷം ഇവരെല്ലാം കൂടെ അകത്ത് കയറുന്നതിന് മുമ്പേ എല്ലാവരുടെയും മനസ്സിലെ പേടി ഇനി ഇവളുടെ ഈ പഴയ കഥയുണ്ടല്ലോ, അതായത് ആതിരയാണ് തല്ലിയിട്ടേന്നുള്ള കഥ, അത് പുറത്ത് പറയുമെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് അവൾ തന്നെ പറയുന്നത്, എന്തായാലും ആതിരയാണ് എന്നോട് ഇത് ചെയ്തെന്നൊക്കെ അറിയാം, നീ നിൻ്റെ അനിയത്തിയും കൂടെ അല്ലേ ഇതൊക്കെ എനിക്ക് വരുത്തി വെച്ചത്, പക്ഷേ എന്നാലും അതൊന്നും പറയത്തില്ല, അവൾക്കുള്ള പണി കൊടുക്കാനുള്ള സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നോളാം, അത് കാണാനാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞിട്ട് അവന്തിക കയറിപ്പോന്നു. അവന്തിക എന്താണ്, അച്ഛാ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിക്കകത്ത് സേതുമാധവൻ്റെ അടുത്ത് കരയാണ്. ഇത് കണ്ടിട്ട് സച്ചിയൊക്കെ എന്താണ്, അയ്യോ പാവം, നമ്മളെ അമ്മയെ പോലെ വളർത്തിയവരല്ലേ അങ്ങനെ നിന്ന് കരയുന്നുള്ള രീതിക്കകത്ത് എല്ലാവർക്കും ആ ഒരു ദുഃഖമുണ്ട് മുഖത്ത്. പക്ഷേ എന്താണ്, ഇത്ര ദുഃഖമുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന അനിയത്തിക്ക്, അവന്തിയുടെ അനിയത്തിക്ക് അനഘയ്ക്ക് അത്ര വലിയ സ്നേഹമൊന്നും ഏട്ടത്തിയടുത്ത് ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവരെല്ലാവരും കൂടെ റൂമിനകത്ത് വരുന്നു. അതിന് മുന്നേ തന്നെ എന്താണ്, സേതുമാധവൻ എല്ലാവരോടും പറയണമെന്നൊരു പ്ലാനില്ലായിരുന്നോ, ആ കാര്യം പറയുന്നു. നീയും കൂടെ വന്നിട്ട് ഞാൻ സംസാരിക്കാതിരുന്നതാണ്, ഈ വീട് നമുക്ക് ഒത്തിരി എന്താണ് വിഷമങ്ങൾ തന്നതാണ്, അപ്പം ഞാൻ വിചാരിക്കും നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറിയല്ലോ, ജോത്സ്യനും പറഞ്ഞല്ലേ ഈ വീടിന് കുറേ ദോഷങ്ങളുണ്ട്, ഇനി അതുകൊണ്ടാണ് ഈ വിധ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതെന്ന് പറയുമ്പം, അയ്യോ അച്ഛ വേണ്ട അച്ഛ, കാരണം ഈ വീട്ടിലേക്കാണ് ഞാൻ നന്ദേട്ടനുമായിട്ട് കല്യാണം കഴിച്ച് കയറി വന്ന ആദ്യത്തെ വീട് ഇതാണ്, പിന്നെ എൻ്റെ നന്ദേട്ടൻ തിരിച്ചു പോയിട്ട് തിരിച്ച് വന്നതും ഈ വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് ഈ വീട് വിട്ട് ഞാൻ ഒരിക്കലും വരാൻ തയ്യാറല്ല അച്ഛൻ, നമുക്ക് വീട് മാറണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവളെന്തോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള രീതിക്ക് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അപ്പോഴത്തേക്കും അതാണ് അവൾ തീരുമാനം വരുമ്പോഴത്തേക്കും സേതുമാധവൻ ആ തീരുമാനത്തിലേക്ക് അംഗീകരിക്കുന്നു. പിന്നെ അവരെല്ലാവരും കൂടെ എന്താണ് റൂമിലേക്ക് അവരവർ പോകുന്നുണ്ട്. റൂമിൽ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ് വീണ്ടും നന്ദനുമായിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം, ഈ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നാലും അച്ഛാ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് പറയുന്ന അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് നടത്തി തരാൻ പറ്റിയില്ലല്ലോ എന്ന് അവന്തിക പറയുമ്പോഴത്തേക്കും, മോളെ നിൻ്റെ നല്ല മനസ്സിന് നീ ചെയ്തതിനെല്ലാം തന്നെ ദൈവം നിനക്ക് നല്ലപോലെ എന്താണ് തിരിച്ചു തരും എന്ന് പറയുമ്പോഴത്തേക്കും അവന്തികയ്ക്ക് അങ്ങ് അങ്കലാപ്പ് കയറുവാണ്. കാരണം താൻ സേതുമാധവന് ഇഞ്ചക്ഷൻ കുത്തിവെച്ചത് ആലോചിച്ചു, അയ്യോ ഇങ്ങനെ എന്തോ പറയുന്നത്, കാരണം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നീ ചെയ്തതിനൊക്കെ ദൈവം നിനക്ക് തിരിച്ചു തരും എന്നല്ലേ പറയുന്നത്, ഈ തിരിച്ചു തരും എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ തിരിച്ച് പണി കിട്ടുമല്ലേ, അതാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് അച്ഛനും നന്ദനും ഒക്കെ എന്താണ് സന്തോഷിക്കുന്നത്. കാരണം ഇവരുടെ ഗൂഢതകളും പ്ലാനുകളും എല്ലാം കൂടുതൽ അറിയാവുന്നവരവരായതുകൊണ്ട് അവർക്കത് കേട്ട് എന്താണ് ആ ഒരു സന്തോഷം നിൽക്കുന്നുണ്ട്. പിന്നെ അവന്തിക്ക് എന്താണ് സേതുമാധവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല, സേതുമാധവനെ കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. പിന്നെ അവന്തി എന്താണ്, എന്നാൽ ഞാൻ പിന്നെ റൂമിൽ പോകാൻ തന്നിട്ട് അങ്ങ് തിരിച്ചങ്ങ് റൂമിലേക്ക് പോവുകയാണ്. പിന്നെ അതിനുശേഷം എന്താണ്, അന്നേരം നന്ദനും അച്ചും എല്ലാം കൂടെ ബാക്കിലേക്കുണ്ട്. നിൻ്റെ അനിയത്തിയാണ് എൻ്റെ കൊച്ചിനെ ഇല്ലാതാക്കി തന്നിട്ട് വീണ്ടും അവിടെ വന്നിട്ട് അതേ ഷൗട്ടിങ്ങും അതേ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഈ റൂമിൽ നമ്മുടെ കൊച്ചുങ്ങളും നന്ദനൊക്കെ ആയിട്ട് ഒരു ജീവിതം എന്തുമാത്രം സ്വപ്നം കണ്ടതാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അനിയത്തിക്ക് ഒരു പുച്ഛഭാവമാണെന്ന് തോന്നുന്നത്. കാരണം ഇവരുടെ കൊച്ച് നന്ദേട്ടൻ്റെ അല്ലായിരുന്നല്ലോ, അതൊക്കെ അറിയാമല്ലോ. അപ്പം അതെല്ലാം നോക്കി മീരയും ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. അവന്തികയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ടെന്ന് മീരയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ഇവരെക്കുറിച്ചുള്ള നല്ല ഒപ്പീനിയനും എന്താണ് യഥാർത്ഥ അവന്തിക എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോട്ടൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ബാക്കി എന്താണ് നമുക്ക് ഇന്നത്തെ ബാക്കി കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ചാനലെല്ലാം ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്